ഹായ് ഫ്രണ്ട്സ്, വാഴാനി ഡാം കാണാൻ വന്നതാണ്. ഇത് അങ്ങോട്ട് പോണ വഴിയാണ് ഞാനിപ്പോൾ ഉള്ളത്. പോയി അവിടെ കണ്ടിറങ്ങി ഉള്ള കാഴ്ചകളാണ്. വളരെ ഡിസപ്പോയിൻറ്റഡ് ആയ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാഴാനി ഡാമിലെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. വളരെ പഴക്കമേറിയ ഒരു ഡാമാണ് വാഴാനി ഡാം. തൃശ്ശൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന പോലെയൊക്കെ ഗവൺമെൻറ്റൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഈ ബസ്സൊക്കെ അങ്ങോട്ട് പോകുന്നതാണ്. ലാസ്റ്റ് സ്റ്റോപ്പ് വാഴാനി ഡാമാണ്. അപ്പോൾ ഇവിടെ വടക്കാഞ്ചേരി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഴാനി ഡാമിലേക്കുള്ള ബസ് കിട്ടും. അപ്പോൾ പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാനും ആദ്യമായി പോകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പോകുന്നത്. കറക്റ്റ് ചെന്ന് നമുക്ക് ലൊക്കേഷനൊക്കെ കണ്ട് എങ്ങനെയുണ്ട്. നമ്മൾ ഒരുപാട് ഡാമുകളൊക്കെ കണ്ടതല്ലേ, വലിയ വലിയ ഡാമുകൾ കണ്ടതാണ്, ചെറിയ ചെറിയ ഡാമുകൾ കണ്ടതാണ്. ബാണാസുര ഡാമിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ബോട്ടിങ് അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെയുള്ള എന്തെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. എന്തായാലും ചെറിയൊരു സ്പോട്ടാണെന്നാണ് കേട്ടത്. ഞാനൊരു ഓഫ് ബീറ്റ് സ്പോട്ടുകൾ, അധികം റയറായ സ്പോട്ടുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിസരത്തും ഇതുവഴി വരുന്നവർക്കൊക്കെ എന്തായാലും കയറി കാണാം. ചെറിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട്, എന്താ നോക്കട്ടെ കേട്ടോ. അതായത് റെയിൽവേ ഗേറ്റാണ്, റെയിൽവേ ക്രോസിംഗ് ആണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. നമുക്ക് മുന്നിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുന്നതാവും തിരക്ക് ഒന്ന് ഒഴിവാക്കാൻ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡ് എന്തായാലും ബ്ലോക്കാവും. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നിൽ പോകാം. പക്ഷേ ഈ ചൂട് കാണുമ്പോൾ പോകാനും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട് സമയം. നല്ല ചൂടുണ്ട് അവിടെ. കുഴപ്പമില്ല. കാർ ആൻഡ് ബൈക്ക് വാഷ് 299 കേട്ടോ. അപ്പോൾ 299 വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 300 രൂപയാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നവർക്ക് കയറി നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയാം. ലെഫ്റ്റ് സൈഡിലൊരു ബാറ് കാണുന്നുണ്ട്. ബാർ ഹോട്ടൽ ഡെലീസ. റെയിൽവേ ഗേറ്റിനോട് ചേർന്ന് തന്നെ ഒരു ബാറൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. നമുക്കിനി നേരെ പോകാം. ഇവിടെ ഞാൻ ക്യാമറ കുറച്ച് നേരം ഓഫ് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. കാരണം ഇത് അത്യാവശ്യം ചൂടുണ്ട്, ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയ ശേഷം ബാക്കി വിശേഷങ്ങൾ കാണാം. ഞാനിനി നേരെ ആ റൂട്ടിലേക്ക് കയറുകയാണ്. ഈ റോഡ് നേരെ പോകുന്നത് ഡാമിലേക്കാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം കേട്ടോ. എന്തായാലും ട്രെയിൻ വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കാം. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ്. 1954, 1959. 20 രൂപ എൻട്രി, 10 രൂപ വണ്ടികൾക്കുള്ള ചാർജ്. കയറി വരുമ്പോൾ തന്നെ ഒരുപാട് കപ്പിൾസിനെ കണ്ടു. ഇതൊരു കപ്പിൾ സ്പോട്ടാണ് എന്നുള്ളത് സിംഗിളായി വന്ന ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എന്തായാലും കാഴ്ചകളൊക്കെ കാണാം. കുറച്ച് വെള്ളം, കുറച്ച് ബോട്ടൊക്കെ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാം. ഈവനിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ മോർണിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്പോട്ടാണ്. ഡേ ടൈം ഫുൾ കപ്പിൾസാണ് ഇവിടെ. എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും ഓരോ കപ്പിൾസ് ഉണ്ട്. അപ്പോൾ അവർ അടിച്ചു പൊളിക്കട്ടെ. താഴെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. പിന്നെ ഇതുപോലെ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിംഗിളായി വന്ന ഞാൻ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, വാഴാനി ഡാം കാണാൻ വന്നതാണ്. ഇത് അങ്ങോട്ട് പോണ വഴിയാണ് ഞാനിപ്പോൾ ഉള്ളത്. പോയി അവിടെ കണ്ടിറങ്ങി ഉള്ള കാഴ്ചകളാണ്. വളരെ ഡിസപ്പോയിൻറ്റഡ് ആയ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വെറും കപ്പിൾസിനുള്ളൊരു സ്പോട്ടായിട്ടാണ് വാഴാനി ഡാം. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വന്ന ഞാൻ വളരെ നിരാശനായി മടങ്ങുകയാണ്. വേറൊന്നല്ല, സിംഗിൾസിന് പറ്റിയൊരു സ്പോട്ടല്ല അത്. അപ്പോൾ കപ്പിൾസായിട്ട് വന്നാൽ അടിച്ചു പൊളിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.